വരി? എങ്ങനെയാണ് വരി എഴുതുമ്പോൾ? എന്താണ് ഇതിൽ എങ്ങനെയാണ് തുടങ്ങുമ്പോൾ ഡയറക്ടറായിട്ടാണോ? എങ്ങനെയാണ്, എന്താഗ്രഹം കൊണ്ടാണ് സിനിമയിലേക്ക് എഴുത്ത് തന്നെയാണ്? അല്ല, ഫിലിം മേക്കർ എന്നുള്ള ഒരു ഹോൾനെസ്സിൽ തന്നെയാണ് നമ്മളെ സ്വപ്നം കണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ പ്രൊഫഷൻ റൈറ്റർ, ഡയറക്ടർ, പക്ഷെ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ആശയം നമ്മൾ തന്നെ എഴുതിയ ഐഡിയ, നമ്മുടെ മനസ്സിൽ വന്ന ഐഡിയനെ സിനിമയുടെ സെല്ലിൽ സ്ക്രീനിൽ കാണാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. അപ്പൊ അത് പലപ്പോഴും നമുക്ക് പല രീതിയിൽ ചെയ്യിപ്പിക്കാൻ പറ്റും. പക്ഷെ നല്ല ഒരു ഡയറക്ടറെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്താലും ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുള്ള സിനിമകളുണ്ട്. അപ്പൊ അതിൽ പലതരത്തിലുള്ള സിനിമകൾ നമുക്കുണ്ട്. നമുക്ക് ചിലപ്പം ഒരു ഡയറക്ടർ കൂടെ കൊളാബ് ചെയ്തിട്ട് വേണമെന്ന് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്. ചിലപ്പം വേറെ റൈറ്റർ കൂടെ കൊളാബ് ചെയ്ത് എഴുതിയിട്ട് അതെനിക്ക് ഡയറക്ടറിന് തോന്നുന്ന സംഭവങ്ങളുണ്ടാവും. ഓരോ സിനിമയുടെ സ്വഭാവം, അതിന്റെ ഫോം, ആ ഫോം എങ്ങനെയാണ്, ആ ജോണർ ഓഫ് മൂവി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വരാൻ നല്ലത് ഏത് തരത്തിലാണ് എന്ന് നമ്മൾ ആ ഐഡിയ അനുസരിച്ച് തീരുമാനിക്കുമ്പോഴാണ് നമ്മൾ പിന്നെ ഡിസൈഡ് ചെയ്യുന്നത്. ഇതിന്റെ ഡയറക്ടറെ അടുത്ത് പോയി ചോദിച്ചേക്കാം, ആ ഡയറക്ടറെ ചോദിച്ചേക്കാം, അയാൾ ചെയ്യാം, അയാൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് അങ്ങനെ പിടിച്ചേക്കാം നമുക്ക് തോന്നും. ചിലത് അങ്ങനെയല്ല, എനിക്ക് തന്നെ ചെയ്യണം, നമുക്ക് കൺവിക്ഷനുള്ള കാര്യം നമ്മൾ തന്നെ ചെയ്യാൻ തീരുമാനിക്കുന്നു, എന്നിട്ട് അതിനുവേണ്ടി പൈസ എടുക്കുന്ന പറയാം. അങ്ങനെയുള്ള സിനിമയാണ് തന്തവേ. ഇതിങ്ങനെ റൈറ്റിംഗ് പ്രോസസ്സിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻസൈറ്റ് കിട്ടാൻ വേണ്ടി ചോദിച്ച ചോദ്യമായിട്ടല്ലേ? ഓക്കെ, അത് എക്സ്പേർട്സിനോട് ചോദിക്കുന്ന ചോദ്യമാണ്. പക്ഷെ ഞാൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത് വേണം പറയാം. കാരണം ഞാനങ്ങനെ ഈ പറഞ്ഞ പോലെ വളരെ കുറച്ച് മാത്രം ഫിലിമോഗ്രാഫിയിലാണെങ്കിൽ കുറച്ച് സിനിമകൾ മാത്രമുള്ള, ലിറിക്സിലാണെങ്കിൽ ആകെ 30-35 പാട്ടുകൾ 2 വർഷം ഞാൻ എഴുതിയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഭയങ്കര ആധികാരികമായ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് പറയാനുള്ള കോൺഫിഡൻസ് ഒന്നുമില്ല. എന്റെ പേഴ്സണൽ പ്രോസസ്സിലുള്ള കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തിരക്കഥ എഴുതുമ്പോഴൊക്കെ ആണെങ്കിൽ സീനുകൾ നമ്മളെ ഒബ്സർവേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം ആളുകളെ നമ്മുടെ ഉള്ളിലൊരു നമുക്ക് ആൾക്കാരെ ജഡ്ജ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കുന്നത് ക്യാരക്ടേഴ്സിനെ നമ്മൾ അങ്ങനെ ബിൽഡ് ചെയ്യണം.